ഈ മരിച്ച ഗൗതമിൻ്റെ കാറിൽ നിറയെ രക്തയമായിരുന്നു. ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഡോറിലും എല്ലാം. അത്രയും ഗുരുതരം. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ വളരെ ഗുരുതരമാണ്. കഴുത്തിന് 3-4 ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ആ പരിക്കുകൾ ഒരിക്കലും സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകളാവില്ല. സ്വയം ഉണ്ടാക്കുന്നതാണ്. ഒരു കുത്തുമ്പോഴേ ഒരു പരിക്കുണ്ടാക്കുമ്പോഴേക്ക് തന്നെ തളർന്നു പോകും. അത് കഴിഞ്ഞിട്ട് 204 മീറ്റർ ദൂരെ സഞ്ചരിച്ച് റെയിൽവേ ട്രാക്കിൽ ചാടുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. കോട്ടയത്ത് നിന്ന് അല്പസമയം മുമ്പ് വന്ന ഈ ദമ്പതികളുടെ വിജയകുമാർ മീര എന്ന് പറയുന്ന ദമ്പതികളുടെ അതിക്രൂരമായ കൊലപാതകത്തിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസുകളോട് ഈ ദമ്പതികളുടെ തന്നെ മകൻ 2017 ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഹൈക്കോടതി ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അതിൽ ഈ വിജയകുമാറിന് വേണ്ടി ഹാജരായ മുൻ DGP കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ആസഫ് അലിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഒരുപക്ഷേ നേരത്തെ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷണത്തിലേക്ക് കടന്നൊരു കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി അംഗീകരിക്കുന്നു. എന്തായിരുന്നു മെറിറ്റ്? കേരള പോലീസ് അന്വേഷിച്ച ഒരു ഘട്ടത്തിൽ അന്വേഷണം വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് CBI അന്വേഷണത്തിന് വേണ്ടി ഇവിടെ ഉത്തരവിറക്കിയത്. അപ്പോൾ തന്നെ കേരള ഹൈക്കോടതി IGയെ സ്വാമതയാ കേസിൽ കക്ഷി ചേർത്ത് കേസന്വേഷണത്തിന് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. IG കൊടുത്ത നിർദ്ദേശങ്ങൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പാലിച്ചില്ല എന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിച്ചു. അങ്ങനെ IG കൊടുത്ത നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെ കേസ് ആത്മഹത്യയാണെന്ന നിലയിലാണ് ഒരു റഫർ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതിനെതിരെ ചോദ്യം ചെയ്തത്. കാരണം ഈ മരിച്ച ഗൗതമിൻ്റെ കാറിൽ നിറയെ രക്തയമായിരുന്നു. ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഡോറിലും എല്ലാം. അത്രയും ഗുരുതരം. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ വളരെ ഗുരുതരമാണ്. കഴുത്തിന് 3-4 ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ആ പരിക്കുകൾ ഒരിക്കലും സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകളാവില്ല. സ്വയം ഉണ്ടാക്കുന്നതാണ്. ഒരു കുത്തുമ്പോഴേ ഒരു പരിക്കുണ്ടാക്കുമ്പോഴേക്ക് തന്നെ തളർന്നു പോകും. അത് കഴിഞ്ഞിട്ട് 204 മീറ്റർ ദൂരെ സഞ്ചരിച്ച് റെയിൽവേ ട്രാക്കിൽ ചാടുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. അങ്ങനെ കോടതി പ്രഥമ ദൃഷ്ട്യാ ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു ശരിക്ക് കൊലപാതകമാണ് എന്ന കണ്ടെത്തലിലാണ് അത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത്. അതിനകത്ത് എന്തെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ടുള്ള റൈവൽറിയോ അങ്ങനെ എന്തെങ്കിലും ആ കേസിൻ്റെ മെറിറ്റിനകത്ത് നിങ്ങൾ ഉന്നയിച്ചിരുന്നു? ഇല്ലില്ല, അങ്ങനെ ആർക്കും കേസ് അത് അന്വേഷിക്കാനാണ് പറഞ്ഞത്. എന്താണ് സാഹചര്യമെന്ന് അന്വേഷിക്കാനാണ് CBIയോട് ആവശ്യപ്പെട്ടത്. ഇപ്പം നിലവിൽ ഇപ്പം അതിൻ്റെ ഓർഡർ വന്ന് ഏതാനും ദിവസങ്ങളെ അല്ലെങ്കിൽ മാസങ്ങളെ ആയേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ദമ്പതികളും മരിക്കുന്നു. എന്തെങ്കിലും ഒരു സമാനമായ സാഹചര്യം എന്തെങ്കിലും കണക്ട് ചെയ്യാൻ കേസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മളറിയില്ലല്ലോ കാര്യങ്ങളൊന്നും. അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. നമ്മൾ കോടതിയിലെ ജോലിയല്ലേ നമുക്കുള്ളൂ. CBI അന്വേഷണം ഉത്തരവായി. അതിനെ ഗവൺമെൻറ്റോ CBIയോ ചോദ്യം ചെയ്തുമില്ല, അപ്പീൽ കൊടുത്തിട്ടില്ല സുപ്രീം കോടതിയിലൊന്നും. ഇത്രയേ ഉള്ളൂ. ആ കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ ഈ വാദങ്ങൾക്കപ്പുറത്തെ ഈ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ മനസ്സിലാക്കിയ വളരെ പ്രൈമറി ആയിട്ടുള്ള എവിഡൻസുകൾ എന്തെങ്കിലും? എന്തായാലും ഒരു പക്ഷേ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന് പിന്നാലെ ഒരു കണക്ഷൻ പോയിൻ്റ് ഉണ്ട് എന്ന് പലരും സംശയിക്കുന്ന, അതായത് ഈ മകൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണം വന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ 2 ദമ്പതികൾ കൂടി മരണപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.